കൊച്ചു വന്നതാണേ. ഞങ്ങളിവിടെ വന്നപ്പോൾ റെയ്നാൻ കൊണ്ടുവന്നതാണ്. അവൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവിടെ. ഇതുണ്ടോ കസേരയൊക്കെ കൊണ്ടുവരുവാണ് ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട്. ജെബിൻ പാവം ജെബിൻ കേൾപ്പിക്കണോ? ഓ ചേട്ടന് പാട്ട് കേൾപ്പിക്കണം. കിളുത്ത് വന്ന് അതിനൊക്കെ ഇച്ചിരി ആരോഗ്യത്തോടെ വളർന്നു വരണമെങ്കിൽ അതിന് മിറക്കിൾ ഗ്രോ കലക്കി ഒഴിക്കണം. ആണോ? പച്ചക്കറി അത് കലക്കി ഒഴിച്ച് കഴിയുമ്പോൾ അതിനൊരു ആരോഗ്യത്തോടെ ഇത് വളർന്നു വരും. വളർന്നു വരുമ്പം പിന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ ഇച്ചിരി എല്ലുപൊടിയോ അങ്ങനത്തെ വല്ലതും കൊടുത്താൽ മതി. പിന്നെ ഇച്ചിരി ഇപ്പോഴത്തെ എല്ലാം ഓർഗാനിക് വളങ്ങളല്ലേ, കഞ്ഞിവെള്ളത്തിനകത്ത് അത് തന്നെ അങ്ങനെയൊക്കെ കൊടുക്കാവേ നല്ലതാണ്. ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ ചേച്ചി എന്ന് വെച്ചാൽ ചേട്ടൻ്റെ വൈഫ്, ചേട്ടൻ്റെ ചേച്ചി. അപ്പം ഞങ്ങൾക്ക് ആകെ ഇവിടെ അടുത്തുള്ള ഏറ്റവും വലിയൊരു ഞങ്ങളുടെ ഫ്രണ്ട് ഫാമിലിയാണ്. ഞങ്ങൾ ഇന്നിങ്ങോട്ട് കാര്യമായിട്ട് ഫുഡും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നതാണ്. കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എന്നും പറയും ഞങ്ങളോട്, വാ ഇവിടെ വന്നിരിക്കുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ 2 പിള്ളേരെയും കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ ഉള്ളവർ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. വന്നേ? അല്ല ഒന്നിച്ചു വന്നു. ഭയങ്കര പാടല്ലേ. വേറൊരു വഴിയാണ് ഞങ്ങൾ വന്നത്, ഓഫ് റോഡ് കയറി. അപ്പം വലിയ പ്രശ്നമില്ലായിരുന്നല്ലോ. അപ്പം ചേച്ചിക്ക് ഇവിടെ ജോലിയാണ്, ചേച്ചി ജോലി ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഫുൾ നമ്മുടെ കൃഷിക്കാരിയൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണ്. റെയ്നാൻകുട്ടൻ, റെയ്നാൻകുട്ടൻ. ഓ റെയ്നാൻകുട്ടൻ്റെ അഭ്യാസം. ഓ ആൻറ്റിയുടെയാണ് ചെടി കൃഷി. കാണിക്കാം കേട്ടോ. ആൻറ്റിയുടെയാണ് ചെടി. വാവ്, നമ്മുടെ ചെടി. ഇത് കണ്ടോ, ഒരു കളറുള്ള റോസയുണ്ടോ? എത്ര ഭംഗിയാന്ന് നോക്കിയേ റോസാപ്പൂവ്. ഇത് എന്നെ പീച്ച് കളർ അല്ലേ? പീച്ചല്ലേ? കളർ മാറിയതാണ്. തെളിഞ്ഞു വരുമ്പോ ഓറഞ്ച് കളറാണ്. ആണോ? അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് കളർ മാറും. പല കളറല്ലേ? ഓ ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഓറഞ്ച് കളറാണ്. അത് കഴിഞ്ഞാണ് ഈ കളർ മാറി ഇങ്ങനെ വരുന്നത്. നിറയെ ഇതൊക്കെ നിറയെ റോസയായിരുന്നു. ഇതല്ലേ ഇതൊക്കെ അയച്ചു. അയ്യോ ഇത് കണ്ടോ, നമ്മുടെ റെഡ് കളറുള്ള ചെമ്പരത്തി. വാ, പൂന്തോട്ടം. ഈശ്വരാ, ഞാനിപ്പോൾ വീണേനെ. ഇതുണ്ടോ മണി പ്ലാന്റ്? എനിക്കറിയില്ല. ഇത് നമ്മുടെ നാട്ടിലെ 4 മണി ചെടി. മഞ്ഞയും ചുമലയും കൂടെ ഉള്ള ഒരു പൂവെ തന്നെ മഞ്ഞയും ചുമലയും രണ്ടും കൂടെ വരും. അതെ അല്ലേ? 3 ഡിഫറെന്റ് കളർ ഉണ്ട്. വെറൈറ്റി. അയ്യോ ഇതായിരിക്കും നമ്മുടെ 4 മണി ഡാലിയ. കണ്ടോ ഇത് യെല്ലോയും റെഡും. ചേച്ചി വിത്തെടുത്ത് നവംബർ ആകുമ്പം കുഴിച്ചെടുത്ത് വെക്കണം. മണ്ണിൽ നിന്ന് അത് കുഴിച്ചെടുത്തിട്ട് നമ്മള് അറക്കപ്പൊടിക്കകത്തോ അങ്ങനെ എന്തിനെ തേലും ഇട്ടൊരു പാത്രത്തിനകത്തിട്ട് അവിടെ വെക്കണം. എന്നിട്ട് സമ്മറിലാ ഇച്ചിരി വല്ലപ്പോഴും ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കണം, ഉണങ്ങിപ്പോകാതെ. മണ്ണുണങ്ങുമ്പം മണ്ണോ അറക്കപ്പൊടി തന്നെ ഉണങ്ങി. ഒരു വയലറ്റ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ പോലും കിട്ടിയില്ല. റോസ. ഇതാണ് എനിക്ക് ഇവിടുന്ന് ഒരു കമ്പ് തന്ന ചേട്ടൻ വെട്ടി തന്നൊരു കമ്പ്. അതാണ് ഞാൻ ഈയിടെ കാണിച്ചില്ലേ, എല്ലാവരെയും കാണിച്ചില്ലേ എൻ്റെ റോസ കായ്ച്ചത്. പച്ചച്ചീര. അയ്യോ ഇത് പച്ചച്ചീര കളയല്ലേ. ഇതെന്നാന്നറിയോ, ഇതിന്റെ വിത്ത് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറേ ഉണ്ടാവും. നല്ല ടേസ്റ്റാ. കണ്ടോ റോസ. പിന്നെയുണ്ട് ഇതേണ്ട ചീര. ഇത് വിത്തിന് വേണ്ടി ചേട്ടൻ നിർത്തിയേക്കുന്ന 10-15 വർഷമായ ഒരു റോസയാണ് കേട്ടോ. ഇതുകൊണ്ട് ഇതിന്റെ ഇത് വെട്ടി വിടും എല്ലാ വർഷവും, നല്ല വൃത്തിയാക്കി. അതുകൊണ്ട് നിറഞ്ഞു പൂ കായ്ക്കും. അതേ ചോളം. ഇതേണ്ട കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്നോട് ചോദിച്ചു ഇത് എന്നതാണോ. അതെ ചോളം. ഇതെങ്ങനെ തന്നെ ഉണ്ടായതല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കൊണ്ട് പയറും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പയറും നട്ടിട്ടുണ്ട്. ചീര. ഇതേ ഈ ചീര നേരെ തന്നെ കിളുത്ത് വരുന്നത് കേട്ടോ, ചീരയൊക്കെ. ഇതൊക്കെ നിറഞ്ഞു പൂവായിരുന്നു കേട്ടോ. ഇതൊരു കളറ്. ഇതേ തന്നെ കിളുത്ത് വരുമോ? ഞാനിത് പൂവായി കഴിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല രസം. ഇത് നിറഞ്ഞെടുത്ത് വെച്ചാൽ ഇത് ചുറ്റോ. ഇതാണ് ഇത് ബോൾസം അല്ലേ? ഇത് ബോൾസം. ഇത് തൊട്ടിപ്പുറത്തെ വീട്ടിലെ കേട്ടോ.
ബോൾസം ചകിരിക്കകത്ത് നോക്കിയേ, വെള്ളം ഒഴിക്കാത്ത പോകുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ഉത്സാഹം. കണ്ടോ, ചകിരിക്കകത്താണ്. നമ്മുടെ നാട്ടിലെ മഷിച്ചെടിയുടെ പൂ പോലെ. അത് തന്നെ. ആ, ഈ ബോൾസം ഉണ്ട് ചേച്ചി. നമ്മുടെ കുമളി ഭാഗത്തേക്കൊക്കെ ചെല്ലുവാണേലേ ഇഷ്ടംപടിയുണ്ട്. ആ, റെയിനും കൂടെ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് അവർ തന്നെ ഒരു പാർക്ക് ക്രിയേറ്റ് ചെയ്തു. ആ മരത്തിന്റെ ചോട്ടി കൊണ്ടുവന്ന് ഏതാണ്ട് ചേച്ചി പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അയൽവക്കത്ത് ഒരു പുള്ളിക്കാരി മരിച്ചുപോയി. അത് വിവരം അറിഞ്ഞില്ല. ചേച്ചി ഇന്ന് നടക്കാൻ പോയപ്പോഴാണ് കഴിഞ്ഞ ഡിസംബറിലാണ് പുള്ളിക്കാരി മരിച്ചത്. ചേച്ചി ഇന്ന് നടക്കാൻ പോയപ്പോൾ ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ കണ്ടു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പുള്ളിക്കാരി മരിച്ചുപോയി എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു അനക്കവോ ശബ്ദമോ നമ്മുടെ നാട്ടിലെ പോലെ പാട്ടോ അങ്ങനെ ഒന്നുമില്ല. മരിച്ചു, ബോഡി വീട്ടിൽ വെച്ചോണ്ടിരിക്കത്തുമില്ല. ബോഡി വീട്ടിൽ വെച്ചോണ്ടിരിക്കത്തേ ഇല്ലെന്ന് പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ അന്നേരം 911 വിളിക്കണം. അവര് വന്നിട്ട് പോലീസ് അടക്കം അവര് വരും. ഇപ്പൊ എങ്ങനെ മരിച്ചത്, ആ സ്വാഭാവിക മരണമാണോ അല്ലാത്തതാണോ എന്താ ഏതാന്നൊക്കെ അവരിവിടെ വന്ന് ഇൻക്വസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് അസുഖം വന്ന് മരിച്ചതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തതൊക്കെയാണെങ്കിൽ അവര് നോക്കും. പക്ഷെ ഇവർക്ക് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അത് നോക്കും അന്നേരം ഇല്ല, അതെല്ലാം അവര് നോക്കും. എങ്ങനെയാ മരിച്ചെന്നൊക്കെ നോക്കും. ഓ, അത് ശരി. നോക്കിയിട്ട് അവര് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് അങ്ങ് കൊണ്ടുപോകും. പെട്ടെന്നുള്ള മരണമാകുമ്പം ഫ്യൂണറൽ ഹോം ഒന്നും റെഡി ആകത്തില്ലല്ലോ. സമയം എടുക്കും. ഫ്യൂണറൽ ഹോം അന്വേഷിച്ച് പെറുക്കി ഫ്യൂണറൽ ഹോമിന് റൂമുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ നോക്കി ഫ്യൂണറൽ ഹോം ഒക്കെ ആയി വരണേ സമയം എടുക്കും. അപ്പൊ അത്രയും നേരം അവർ ഹോസ്പിറ്റലിൽ വെച്ചോണ്ടിരിക്കും. അപ്പൊ ചേച്ചി ഇത് അടക്കുന്നതേ ആരാ? ഇവര് തന്നെ കൊണ്ടുപോയി അവിടെ സെമിത്തേരി അല്ല, ഫ്യൂണറൽ ഹോമിൽ കൊണ്ടുവച്ച് അവരാ എല്ലാം ചെയ്യുന്നത്. നമ്മളൊന്നും ചെയ്യണ്ട. പൈസ കൊടുത്താൽ മതി. പൈസ കൊടുത്താൽ മതി. അവരെല്ലാം ഡ്രസ്സ് ചെയ്തു. അവരെ നമ്മൾ ആൾക്കാർ കാണാൻ ഫ്രീസറിനകത്ത് കൊണ്ടുവെക്കും. അവിടെ നമ്മൾ ആൾക്കാർ ചെല്ലുമ്പോൾ എല്ലാവരും പെട്ടിക്കകത്താക്കി നല്ല ഡെക്കറേറ്റ് ചെയ്ത് പൂവൊക്കെ ഇട്ട് നല്ല നല്ല കണ്ടീഷനിൽ അവർ ഒരുക്കി പെറുക്കി അവർ നമ്മൾ തുണിയും കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ട് കൊടുത്താൽ മതി. ഒരുക്കി പെറുക്കി അവർ നല്ല സുന്ദരമായിട്ട് കൊണ്ട് കിടത്തും. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ മരിച്ചു കഴിഞ്ഞ് 2-3 ദിവസം ഒന്നും വീട്ടിൽ വെക്കുന്ന പ്രശ്നം ഒരു ദിവസം വെക്കത്തില്ല. മരിച്ചു, ഇന്നിപ്പോ കിടന്നുറങ്ങിയെങ്കിൽ തീർന്നു. ഇന്ന് രാത്രി മരിച്ചെങ്കിൽ പിന്നെ ആ വീടുമായിട്ട് ഒരു ബന്ധമില്ല, പോയി തീർന്നു. ആശുപത്രിയിൽ നിന്ന് മരിച്ചാൽ വീട്ടിലോട്ട് കൊണ്ടുവരത്തുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ ആശുപത്രി ഫ്രീസറിൽ അവിടെ വെച്ച് മോർച്ചറി വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് 2 ദിവസം വെച്ച് 2 ദിവസം വെച്ച് മൊബൈൽ മോർച്ചറി ഉണ്ടല്ലോ ഇപ്പൊ, അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ നോക്കും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. പോയാ പോയി. ആരും വീട്ടിലോട്ട് വരത്തുമില്ല, പോകത്തുമില്ല. പിന്നെ ഇവരുടെ ആൾക്കാരൊക്കെ വന്ന് കാണുമായിരിക്കും. നമ്മൾ അറിയുന്നുമില്ലല്ലോ സംഭവങ്ങളൊന്നും നമ്മുടെ പറ്റത്താ. പക്ഷെ നമ്മളൊന്നും അറിഞ്ഞില്ല. അതാണ് എല്ലാവരും ഓർക്കും അമേരിക്ക വന്നു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണെന്ന് പറയുന്നത്. ചേച്ചി പറഞ്ഞ അമേരിക്കയിലെ ജീവിതം എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും അമേരിക്കക്ക് വരാൻ കൊതിയാണ് എല്ലാവർക്കും. അമേരിക്കയിലെ ജീവിതം ഒന്നും കുഴപ്പമില്ല. ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജോലി വീട് അത്രേ ഉള്ളൂ. പിന്നെ കുഴപ്പമില്ല. അത് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിലോട്ട് പോയി ജീവിക്കാനും ഇച്ചിരി പാടാണ്, ബുദ്ധിമുട്ടാണ്. അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ആളുമായിട്ട് കുറച്ചു നേരം ഞാൻ ചോദിച്ചു വൈഫിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഒത്തിരി മിസ് ചെയ്യും. ചേച്ചി ഒരുങ്ങൊന്നും വേണ്ട. ഇതാണ് ഞാനും എൻ്റെ ചേച്ചി. എനിക്ക് ചേച്ചിയില്ല കേട്ടോ, അതുകൊണ്ട് എൻ്റെ ചേച്ചി. ഞങ്ങളോട് എപ്പോഴും ഇടയ്ക്ക് ഇങ്ങോട്ട് പോവാന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് വരാൻ നേരം കിട്ടാറില്ല. ഞാനിവിടെ കാണത്തില്ല. അതെ, ചേച്ചി രാവിലെ ജോലിക്കും പോവും. പിന്നെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. അതുണ്ടാക്കി ഇതുണ്ടാക്കി ഞങ്ങളെ തീറ്റി കുടിപ്പിച്ച ചേട്ടൻ വിടാറുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും വരാതെ. ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടാക്കി ഇങ്ങോട്ട് ഇഷ്ടം പിടിയൊന്നുമില്ല. ചേട്ടനൊന്നും ഉണ്ടാക്കുന്നതിന്റെ പകുതി പോലും ഇല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എല്ലാവരും കൂടെ കുറേ നേരം ഇരിക്കാനായിട്ട്. നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്.